Hi everyone, welcome back to Grow Malayalam. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ പ്രൈസും പെർഫോമൻസും ഇത് രണ്ടും ഒന്നിച്ചു പോയില്ല. ഇപ്പോൾ ചില കമ്പനിയൊക്കെ ബിസിനസ് നല്ല രീതിയിൽ വളരുന്നുണ്ടാവും, പക്ഷേ മാർക്കറ്റിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷോർട്ട് ടേം ടെൻഷൻ കാരണം സ്റ്റോക്ക് പ്രൈസ് ഇടിയാം. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ആ ഒരു സ്റ്റോക്സ് ഒക്കെ ഷോർട്ട് ടേമിൽ കുറച്ച് ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ലോങ് ടേമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരൊരു ബിസിനസ് ഒക്കെ തിരിച്ചു പിടിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ നമുക്ക് ഇതുപോലെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് സ്റ്റോക്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു മുന്നത്തെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം ഒരു 30% അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ഇടിഞ്ഞ സ്റ്റോക്സ് ആണിത്. സോ ഏതൊക്കെയാണ് സ്റ്റോക്സ് എന്ന് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അപ്പോൾ നമുക്ക് ഒട്ടും വെയിറ്റ് ആക്കണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി ട്രെൻഡ് ലിമിറ്റഡ് ആണ്. ഇപ്പോൾ ട്രെൻഡ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു പ്രധാന റീറ്റെയിൽ കമ്പനിയാണ്. അപ്പോൾ ഇത് ഇന്ത്യയിലെ റീറ്റെയിൽ റവല്യൂഷന്റെ ഒരു ശക്തമായ നടുത്തൂണായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ട്രെൻഡ് ലിമിറ്റഡിന്റെ മെയിൻ ബിസിനസ് ഫാഷൻ അതിൽ ഗ്രോസറി റീറ്റെയിലിംഗ് ആണ്. അപ്പോൾ അവരുടെ മെയിൻ ബ്രാൻഡിൽ വരുന്നതാണ് വെസ്റ്റ് സൈഡ്. ഇപ്പോൾ 86 സിറ്റികളിലായിട്ട് അവർക്ക് 248 സ്റ്റോറുകളാണ് ഉള്ളത്. ഇപ്പോൾ സ്റ്റുഡിയോ ഫിറ്റ് പോലത്തെ പല ബ്രാൻഡുകളാണ് ഉള്ളത്. ഇപ്പോൾ സ്റ്റുഡിയോയ്ക്കാണെങ്കിൽ 235 സിറ്റികളിലായിട്ട് 765 സ്റ്റോറുകളാണ് ഉള്ളത്. ഇപ്പോൾ ട്രെൻഡിന്റെ ഏറ്റവും വലിയൊരു ചെയിൻ ആണിത്. ഇപ്പോൾ കമ്പനിയുടെ ഫാഷൻ വെർട്ടിക്കൽ റവന്യൂലേക്ക് ഏകദേശം 80% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത സെഗ്മെന്റ് വരുന്നത് സ്റ്റാർ ബസാറിന്റെ ഒപ്പം ഗ്രോസറി ആണ്. അപ്പോൾ 10ലധികം സിറ്റികളിലായിട്ട് 78 സ്റ്റോറുകളാണുള്ളത്. അതുപോലെ ബാക്കി 20% റവന്യൂ ഇവിടെ നിന്നാണ് വരുന്നത്. 2025 ഫൈനാൻഷ്യൽ ആവുമ്പോഴേക്കും കമ്പനി 1043 സ്റ്റോറുകളാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ട്രെൻഡ് നമ്മൾ നോക്കുമ്പോൾ ട്രെൻഡ് ലിമിറ്റഡ് 38% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. അതുപോലെ 72% പ്രോഫിറ്റ് CAGR. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ കമ്പനി 17,135 കോടിയുടെ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇയർ ഓവർ ഇയർ 38% ഗ്രോത്ത്. അപ്പോൾ ഇതിന് കാരണം 40%-ലധികം വോളിയം ഗ്രോത്തും അതുപോലെ തന്നെ പെട്ടെന്നുള്ള സ്റ്റോർ എൻഷനുമാണ്. അപ്പോൾ എക്സ്പെൻസ് 37% കൂടി. അപ്പോൾ ഇത് റവന്യൂ ഗ്രോത്തിനേക്കാളും കുറവാണ്. അപ്പോൾ ഇത് എബിറ്റ 59% കൂടി 2,761 കോടി എത്തി. എന്നാൽ നെറ്റ് പ്രോഫിറ്റ് 3.86% കൂടിയിട്ടുള്ളൂ. കാരണം എന്താണ്? കാരണം കഴിഞ്ഞ വർഷത്തെ 576 കോടിയുടെ എക്സെപ്ഷണൽ ഇൻകം ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ലീസ് ടേംസിന്റെ റീഅസസ്മെന്റ് എന്നുള്ള എസ്റ്റിമേറ്റ് ചെയ്തത് നേട്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ അതർ ഇൻകം 26% കുറഞ്ഞ് 218 കോടി രൂപയായി. അതുപോലെ ലീസ് പ്രോപ്പർട്ടീസിന്റെ ഇംപ്രൂവ്മെന്റ് കാരണം ഡിപ്രീസിയേഷൻ 33% കൂടി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്ലോബൽ എക്സ്പാൻഷൻ തുടങ്ങി. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ട്രെൻഡിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് മാർക്ക് ചെയ്തുകൊണ്ട് സ്റ്റുഡിയോ അവരുടെ ആദ്യത്തെ ഇന്റർനാഷണൽ സ്റ്റോർ ദുബായിൽ തുടങ്ങി. അപ്പോൾ കമ്പനി ഇപ്പോൾ ഒരുപാട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് റേഞ്ച് പുതിയ കാറ്റഗറിയിലേക്ക് കൂടി ഡൈവേഴ്സിഫൈ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പോൾ ബ്യൂട്ടി പ്രൊഡക്ട്സ്, ഒക്കേഷണൽ വെയർ ഒക്കെ. ഇപ്പോൾ ട്രെൻഡ് വലിയ രീതിയിൽ ഫുഡ് റീറ്റെയിലേക്ക് പണം ഇടുന്നുണ്ട്. ഇപ്പം 78 സ്റ്റാർ ബസാർ സ്റ്റോഴ്സ് ടോട്ടൽ റവന്യൂലേക്ക് 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ സ്റ്റാർ ബിസിനസ് ഇയർ ഓവർ ഇയർ 17% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഇപ്പം പ്രൈവറ്റ് ലേബൽസ് ടോട്ടൽ റവന്യൂലേക്ക് 72% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിവിടെ അടുത്ത് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റിനായിട്ട് ചെലവാക്കുന്നത് വളരെയായിട്ട് കുറച്ച് വരും. 2025 ഫൈനാൻഷ്യൽ ഇയറിൽ റവന്യൂവിന്റെ ജസ്റ്റ് 0.07% മാത്രമാണ് അവർ അക്കൗണ്ട് ചെയ്തേക്കുന്നത്. എന്നാൽ ഇത് നമ്മൾ 2022 ഫൈനാൻഷ്യൽ ഇയർ നോക്കുകയാണെങ്കിൽ 2.5% ഇനിയിപ്പം ഫിക്സഡ് അസറ്റ് വാങ്ങിയതിനാൽ കമ്പനിയുടെ നെറ്റ് ക്യാഷ് ഫ്ലോ 79% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം 72% കൂടുതലാണ്. അതുപോലെ ഫൈനാൻഷ്യൽ ലയബിലിറ്റീസ് തിരിച്ചടച്ചത് കഴിഞ്ഞ വർഷത്തെ എമൗണ്ടിനേക്കാളും 2 ഇരട്ടിയാണ്. എന്നാൽ ഇവിടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 23% കൂടി. അപ്പോൾ ഇതിന്റെ മെയിൻ കാരണം 42% പ്രോഫിറ്റ് ഗ്രോത്ത് കാരണമാണ്. അപ്പം ഈ ഒരു കാരണം കൊണ്ട് കമ്പനിയുടെ CFO/EBITDA റേഷ്യോ 0.74 എത്തി. അപ്പോൾ ഇത് ഇൻഡസ്ട്രി മീഡിയനായ 0.6 ബെറ്റർ ആണ്. അപ്പോൾ കാരണം എന്താണ്? കമ്പനിയുടെ ക്യാഷ് ഫ്ലോ സ്ട്രോങ് ആണ്. അതുപോലെ EBITDA നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടാണ്. ഇൻവെന്ററി ടേൺ ഓവർ 4.7x നിന്ന് 5.3x ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? സ്റ്റോക്ക് പെട്ടെന്ന് നീങ്ങുന്നുണ്ടെന്നും അതുപോലെ ബെറ്റർ എഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അപ്പോൾ ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 2022 ഫൈനാൻഷ്യൽ ഇയറിൽ 74 ദിവസത്തിൽ നിന്ന് 2025 ഫൈനാൻഷ്യൽ ഇയറിൽ 43 ദിവസമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് കാരണം ഇൻവെന്ററി ഡേയ്സ് 128 ദിവസത്തിൽ നിന്ന് 77 ദിവസമായിട്ട് കുറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഇൻവെന്ററി എഫിഷ്യൻസി ഇംപ്രൂവ് ആവുന്നതിന്റെ ഒരു പ്രൂഫാണ്. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2025 ഗ്രോത്ത് അറൌണ്ട് 22% ആയിരുന്നു. Q2 11.83%. ഇത് Q4 നെഗറ്റീവ് 14.8% അപ്പോൾ ഇതിന്റെ പുറകിൽ ഒരു മെയിൻ കാരണം സ്റ്റുഡിയോ ഇപ്പം അഗ്രസീവായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ പെട്ടെന്ന് അവർ സ്റ്റോറുകൾ ഓപ്പൺ ആക്കുന്നുണ്ട്. അപ്പോൾ സെയിം പിൻകോഡിൽ തന്നെ അവർക്ക് ഇപ്പോൾ ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്താ ഉണ്ടായേ? പുതിയ സ്റ്റോറുകളൊക്കെ വന്നപ്പോൾ നിലവിലുള്ള സ്റ്റോറിലെ സെയിൽസ് ഒക്കെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റോറിന്റെ എണ്ണം കൂട്ടിയിട്ടും എന്താണ് ടോട്ടൽ സെയിൽസ് ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുവാണ്. പൊതുവെ ഇപ്പം ഒരു സ്റ്റോക്കിന്റെ ഗ്രോത്ത് നിലയ്ക്കുന്നത് അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഗ്രോത്ത് റേറ്റ് കുറയുന്നതാണ്. അപ്പോൾ മുന്നേ പല ക്വാർട്ടറിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്രോത്ത് 50% ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 35% സ്ലോ ആയി. അപ്പോൾ ഈ ഒരു സ്ലോ ഡൗൺ സ്റ്റോക്കിന്റെ പ്രൈസ് മൂവ്മെന്റിലും റിഫ്ലക്ട് ചെയ്തു.
Q3 ഫൈനാൻഷ്യൽ 2025 ശേഷം സ്റ്റോക്ക് 8% ഇടിഞ്ഞു. അപ്പോൾ ഈ ഒരു സെയിം റിയാക്ഷൻ Q2 ഫൈനാൻഷ്യൽ 2024 ശേഷവും കണ്ടു. അപ്പോൾ റിസൾട്ട് അനൗൺസ് ചെയ്ത പാടെ സ്റ്റോക്ക് 6.5% ഇടിഞ്ഞു. സോ ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാവുന്ന ഒരു കാര്യമാണ് ഏർണിംഗ്സ് റിപ്പോർട്ടായിട്ട് സ്റ്റോക്ക് പ്രൈസ് ഹൈലി സെൻസിറ്റീവ് ആണ് എന്നുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ ഈ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ട്രെൻഡ് ലിമിറ്റഡിന്റെ സ്റ്റോക്ക് 2023 ഒരു വലിയ കൺസോൾട്ടേഷന് ശേഷം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഒക്ടോബർ 2024 വരെ സ്റ്റോക്ക് 5 ഇരട്ടി റാലിയാണ് കാഴ്ചവെച്ചത്. എന്നാൽ ഇവിടെ 8300 ലെവലിൽ എത്തിയതിനു ശേഷം സ്റ്റോക്ക് എന്താണ് വീക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ തുടർച്ചയായിട്ട് ലോവർ ലോസ് അതുപോലെ ലോവർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് സ്ട്രക്ചർ വീക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇപ്പോൾ ട്രെൻഡ് ലിമിറ്റഡിന്റെ മെയിൻ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറഞ്ഞാൽ 4750 അപ്പോൾ ഏകദേശം 6300 റെസിസ്റ്റൻസോടെ ആണ് ഇത് വരുന്നത്. സോ സ്റ്റോക്കിന് മൊമെന്റം തിരിച്ചു പിടിക്കണമെങ്കിൽ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ. ഇനി നമുക്ക് ഇവിടുത്തെ മെയിൻ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവർക്ക് ഏറ്റവും വലിയൊരു ഭീഷണിയായത് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഷീൻ തിരിച്ചു കയറിയതാണ്. അപ്പോൾ 2025 ഫെബ്രുവരിയിൽ അവർ മാർക്കറ്റിലേക്ക് കയറി. അപ്പോൾ ഇവിടെ ഷീനും റിലയൻസും അവർ ഇന്ത്യൻ സപ്ലയർ ബേസ് ഒരു വർഷത്തിനുള്ളിൽ 150 നിന്ന് 1000 എക്സ്പാൻഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡിയോ ഡയറക്ട് പ്രൈസ് കോമ്പറ്റീറ്റർ ആയതുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റേഴ്സ് എന്തായാലും ശ്രദ്ധിക്കണം. ഇപ്പോൾ ഷീന്റെ ലോ കോസ്റ്റ് അതുപോലെ ഫാസ്റ്റ് ഫാഷൻ സ്ട്രാറ്റജിയും ഇന്ത്യൻ യൂത്തിനെ ടാർഗറ്റ് ചെയ്യും. സോ ഇവിടെയായിരുന്നു ട്രെൻഡ് മുന്നേ സ്ട്രോങ് ആയിട്ട് നിന്നത്. അപ്പോൾ ഇത് കോമ്പറ്റേറ്റീവ് പ്രഷർ കൂട്ടും, മെയിൻലി അവരുടെ ഓൺലൈൻ പ്രസൻസ്. അതുപോലെ സ്റ്റാർ ബസാറിന്റെ സെയിം സ്റ്റോർ സെയിൽസ് ഗ്രോത്ത് കുറയുന്നുണ്ട്. ഇപ്പോൾ Q4 ഫൈനാൻഷ്യറിൽ 24% പക്ഷേ Q4 ഫൈനാൻഷ്യൽ 2025 ജസ്റ്റ് 2% മാത്രമായി ഇത്. ഇനിയിപ്പോൾ ഗ്രോസറി വെർട്ടിക്കൽ വളർന്നില്ലെങ്കിൽ കൺസോൾട്ടേറ്റ് ഗ്രോത്തിന് അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ടോട്ടൽ റവന്യൂയിലേക്ക് ഏകദേശം 20% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത കമ്പനി വരുന്നത് വരുൺ ബിവറേജസ് ആണ്. 1990 പെപ്സിക്കോന്റെ ഒപ്പം പാർട്ണർഷിപ്പ് തുടങ്ങിയതിനു ശേഷം വരുൺ ബിവറേജസ് ലോകത്തെ വലിയ പെപ്സി ഫ്രാഞ്ചൈസി പാർട്ട്നേഴ്സിൽ ഒരാളായി. ഇപ്പൊ കമ്പനി ഇപ്പോൾ ഇന്ത്യയിൽ പെപ്സി, മിറണ്ട, 7 പോലത്തെ ബെവറേജസ് നിർമ്മിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ സപ്ലൈ ചെയിനും സ്ട്രോങ് ആണ്. 130-ലധികം ഡിപ്പോസും 1.1 മില്യണിലധികം വിസി കോളേഴ്സും ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ബിസിനസ് 3 മെയിൻ സെഗ്മെന്റ് ആയിട്ടാണ് ഉള്ളത്. ആദ്യത്തെ പെപ്സി, മൗണ്ടൻ ഡ്യൂ പോലത്തെ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. റവന്യൂയിലേക്ക് 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ പാക്കേജ് ഡ്രിങ്കിങ് വാട്ടർ 18% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ സെഗ്മെന്റ് ട്രോപ്പിക്കാന, സ്ലൈസ് പോലത്തെ ജ്യൂസസ് ആണ്. ഇത് 7% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയാണ് ടോട്ടൽ റവന്യൂയിലേക്ക് 73% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബാക്കി ഇന്റർനാഷണൽ മാർക്കറ്റിലാണ് വരുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കമ്പനി നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിൽ സെയിൽസ് 23% CAGR വളർന്നു. അതുപോലെ പ്രോഫിറ്റ് അതിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വളർന്നു, അതായത് 41% CAGR. സോ നമുക്ക് 2024 എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി ഇയർ ഓവർ ഇയർ 24.7% ഗ്രോത്തോടെ 20,007 കോടി എത്തി. അപ്പോൾ ഈ ഒരു ഗ്രോത്തിന്റെ ഒരു മെയിൻ കാര്യം 23.2% വോളിയം ഗ്രോത്തോടെ 112 കോടി എത്തിയതാണ്. അപ്പോൾ ഈ ഒരു സെയിൽസ് ഗ്രോത്ത് ഡയറക്ട്ലി എബിറ്റയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 30.5% കൂടി 4,711 കോടി എത്തി. അപ്പോൾ ഇതിന് കാരണമായത് പെറ്റ് ചിപ്പ് പ്രൈസ് ലോക്ക്, അതുപോലെ ഷുഗർ ഒപ്റ്റിമൈസേഷൻ, അതുപോലെ ബെറ്റർ ബാക്ക്വേർഡ് ഇന്റഗ്രേഷൻ ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസി നെറ്റ് പ്രോഫിറ്റിലേക്കും റിഫ്ലക്ട് ആയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 25.3% കൂടി 2,634 കോടി എത്തി. അപ്പോൾ ഇതിന് കാരണം സ്ട്രോങ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, അതുപോലെ തന്നെ 121 കോടി രൂപയുടെ അതർ ഇൻകം ആണ്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ പുതിയ പ്രോഡക്ട്സ് ലൈക്ക് ഇപ്പോൾ സ്റ്റിംഗ് ഗോൾഡ്, അതുപോലെ ഗാറ്റോറേഡ് പാക്സ് ഒക്കെ ചെറിയ വിലയിൽ ലോഞ്ച് ചെയ്തുകൊണ്ട് കമ്പനി പെട്ടെന്ന് അവർ പോർട്ട്ഫോളിയോ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ മാർക്കറ്റ് റെസ്പോൺസ് ഒക്കെ പോസിറ്റീവ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോങ് ടേം ഇമ്പാക്ട് എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സമയമായിട്ടില്ല. അപ്പോൾ ക്യൂമിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കും ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ വാല്യൂ ആഡഡ് ഡയറി ബിവറേജസ് 80% ഗ്രോത്തോടെ, അതുപോലെ നീംബൂസ് ഹൈഡ്രേഷൻ ഡ്രിങ്ക് 100% ഗ്രോത്തോടെ പെട്ടെന്ന് വളരുന്നുണ്ട് ഇവിടെ. കൂടാതെ സിംബാബ്വേയിലും സാംബിയയിലും പെപ്സിക്കോന്റെ സ്നാക്സിന് ഫുഡ് സ്നാക്സ് സെഗ്മെന്റിൽ വളരാൻ വേണ്ടിയിട്ട് വലിയ അവസരമുണ്ട്. ഇപ്പോൾ റീറ്റെയിൽ എക്സ്പെൻഷൻ ഇപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ വിസി കൂളേഴ്സിന്റെ ഫുഡ് പ്രിന്റ് നല്ല രീതിയിൽ കൂടി. ഇപ്പോൾ ഫുൾ പൊട്ടൻഷ്യൽ ഏകദേശം 12 മില്യൺ ആണ് വരുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 4 മില്യൺ FMCG ഔട്ട്ലെറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻഫീൽഡ് എക്സ്പാൻഷൻ ട്രാക്കിലാണ്. ഹിമാചലിൽ അതുപോലെ UP-യിൽ പ്ലാന്റ് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഒപ്പം തന്നെ ബീഹാർ അതുപോലെ മേഘാലയയിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി 2025 3100 കോടിയുടെ കാപെക്സ് പ്ലാൻ ആണുള്ളത്. അതിൽ 900 കോടി ഓൾറെഡി ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലും സൗത്ത് ആഫ്രിക്കയിലും സ്ട്രോങ് സപ്പോർട്ട് ഉണ്ടെന്നാണ് കരുതിയിട്ട് മാനേജ്മെന്റ് ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് വരുമെന്നാണ് വിശ്വാസത്തോടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. അപ്പോൾ കമ്പനി അവരുടെ ബോറോയിങ്സ് ഓൾമോസ്റ്റ് പകുതിയായിട്ട് കുറച്ചിട്ടുണ്ട്. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് വഴി വാങ്ങിയ 7500 കോടി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡെറ്റ് ഒക്കെ അവർ റീപേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 വർഷത്തിൽ ഫിക്സഡ് അസറ്റ് ഏകദേശം ഇരട്ടിയായിട്ടുണ്ട്. അപ്പോൾ പുതിയ പ്ലാനിനായിട്ട് അതുപോലെ മാർക്കറ്റ് എക്സ്പാൻഷൻ ആയിട്ടുമാണിത്. കൂടാതെ നമ്മളിപ്പോൾ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് ക്യാഷ് ഫ്ലോ 22 ഇരട്ടിയാണ് കൂടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കൂടാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ CFO 41% കൂടിയതാണ്. അപ്പോൾ ഇത് ഓപ്പറേഷൻ പ്രോഫിറ്റ് കൂടിയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇതിന്റെ ഒപ്പം കമ്പനി ഷെയർസ് ആൻഡ് ബോറോയിങ്സിലൂടെ 9500 കോടി രൂപ റേസ്
റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഓവറോൾ ക്യാഷ് പൊസിഷൻ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ CFO/EBITDA റേഷ്യോ 0.64 നിന്ന് 0.7 ആയിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇംപ്രൂവ്മെന്റ് സംഭവിച്ച് കമ്പനി ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻ 41% വളർന്നുകൊണ്ടാണ്. അതേസമയത്ത് EBITDA 30% ഗ്രോത്ത് കണ്ടതുകൊണ്ടാണ്. അപ്പോൾ CFO/EBITDA റേഷ്യോ നോക്കിയിട്ടുണ്ടെങ്കിൽ കമ്പനി എത്ര നന്നായിട്ടാണ് അവരുടെ അക്കൗണ്ടിംഗ് പ്രോഫിറ്റ് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ തവണ കൺവേർഷൻ ഈവൻ ബെറ്റർ ആയിരുന്നു. ഇപ്പോൾ ക്യാഷ് കൺവേർഷൻ സൈക്കിളും 77 ദിവസത്തിൽ നിന്ന് 66 ദിവസമായിട്ട് കുറഞ്ഞു. അതേസമയത്ത് പേബിൾ ഡേയ്സ് 37 ദിവസത്തിൽ നിന്ന് 64 ദിവസമായിട്ട് കൂടി. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. ഇനി ഇവിടെ ഇത്രയൊക്കെ പോസിറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ ആഫ്രിക്കൻ മാർക്കറ്റിൽ റെഗുലേറ്ററി റിസ്ക് ഉണ്ട്, എസ്പെഷ്യലി ഗാനയിലും ടാൻസാനിയയിലും. അപ്പോൾ ഇവിടെ DRCയുടെ റാമ്പ് പ്ലാൻ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഷുഗർ പ്രൈസ് ഇൻഫ്ലേഷനും മാർജിനൽ പ്രഷർ ഉണ്ടാക്കാം. അപ്പോൾ കാലാവസ്ഥ മാറുന്നത്, അതായത് മൺസൂൺ സീസണിലെ ഡിലേ ഷോർട്ട് ടേം ഡിമാൻഡിനെ ബാധിക്കാം. സോ ഇതായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച 2 കമ്പനികൾ. അതായത് ബിസിനസ് വളരുന്നുണ്ട്, പക്ഷേ സ്റ്റോക്ക് 30% ഇടിഞ്ഞ 2 കമ്പനികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റോക്കിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തമായിട്ട് ഡീറ്റെയിൽ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ പെട്ടെന്ന് കാണാം. അതുവരെ ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.